തിരുവത്സമായി നാം വാഴ്ത്തപ്പെട്ടു. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവചന ഭാഗം വായിക്കുന്നു. 1-ാം സങ്കീർത്തനം എന്റെ 2-ാമത്തെ വാക്യം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേദപുസ്തക സങ്കീർത്തന പുസ്തകം എല്ലാവർക്കും നല്ല സുപരിചിതമായ അധ്യായങ്ങളാണ്. അതിലൊന്നാം അധ്യായം നമ്മൾ പലരും കാണാതെ പഠിച്ച് നമ്മുടെ മനസ്സിലെ ഹൃദയത്തിലും കൊണ്ടു നടക്കുന്നതാണ്. ഈ പ്രഭാതത്തിലും ആ ദൈവവചന ഭാഗത്തുനിന്ന് ചില ചിന്തകൾ പങ്കുവെക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഞാൻ വേണ്ടി ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ഈ വചനം നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇപ്പൊ സങ്കീർത്തനം 1-ാം പുസ്തകം എന്ന് പറയുമ്പോൾ ദുഷ്ടന്മാരും നീതിവാന്മാരും തമ്മിലൊരു താരതമ്യ പഠനമാണ്. അപ്പം ദുഷ്ടന്മാരും നീതിവാന്മാരും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നടത്തിയിട്ട് അതിൽ ഭാഗ്യവാൻ ആര് എന്നുള്ളതാണ് ചോദ്യം. പ്രൈസ് ദി ലോർഡ്. ഇപ്പം സംഗീതക്കാരൻ പറയുമ്പോൾ ദുഷ്ടന്മാരുടെ ആലോചന, പാപികളുടെ വഴി, പരിഹാസലീരിപ്പിടം, ഈ 3 കാര്യങ്ങളെ കുറിച്ച് ഓർപ്പിച്ചിട്ട് 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ ദാവീദ് ഒരു ധ്യാന പുരുഷനാണ്. ഇസ്രായേലിന്റെ രാജ്യമാണ്, മധുരഗായകനാണ്, നല്ലൊരു ദർശകനാണ്, ഒരു പ്രവാചകനാണ്, നല്ലൊരു യോദ്ധാവാണ്. ഇതെല്ലാം ദാവീദ് അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളിലെല്ലാം ദാവീദിന്റെ ദൈവം കടത്തിവിടുന്നെങ്കിൽ താൻ നല്ലൊരു ധ്യാന പുരുഷനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവവചനത്തിൽ അളവറ്റ സ്നേഹം ദാവീദിനുണ്ടായി. ദൈവവചനത്തോടും അളവറ്റ സ്നേഹം ദാവീദിനുണ്ട്. അപ്പം ദൈവവചനങ്ങളെ വായിപ്പാൻ ഭാഗ്യകരമായ ഒരു ജീവിതം നയിക്കുവാൻ അല്ലെങ്കിൽ ഈ ഭക്തൻ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ദൈവവചനത്തെ വായിച്ച് നല്ലൊരു ഭാഗ്യകരമായ ജീവിതം നയിപ്പാൻ തന്റെ അനുഭവത്തിൽ നിന്നും നന്നായിട്ടറിഞ്ഞ ഒരാളാണ്. വചനം വായിച്ച് തന്റെ ജീവിതത്തിൽ വചനം നന്നായിട്ട് അനുഭവിച്ച ഒരാളാണ് ഈ ദാവീദ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് ഹല്ലേലൂയ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ ലോകത്തിൽ സന്തോഷിക്കുവാൻ പലവിധമായ കാര്യങ്ങളുണ്ട്. എങ്ങനെ വേണമല്ലോ മനുഷ്യ ലോകത്തിൽ സന്തോഷിക്കാം. പക്ഷെ ആ സന്തോഷമൊന്നും പരിപൂർണതയിലും എൻ്റെ പൂർണ്ണതയിലേക്കൊന്നും എത്തത്തില്ല. ഹല്ലേലൂയ. ലോകപ്രകാരമുള്ള സന്തോഷമെല്ലാം താൽക്കാലികമാണ്. എന്നാൽ ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്നതാണ്, നിത്യതയോളം നിലനിൽക്കുന്നതാണ്. ഈ ഭൂമിയിലെ ജീവിതം എത്രയുണ്ടോ അത്രയും കാലം ദൈവവചനത്തോട് ലഭിക്കുന്ന സന്തോഷത്തിന് ഒരു കുറവും വരികയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മനുഷ്യൻ സന്തോഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിന്റെ പാപസുഖങ്ങളാണ് പലതും തിരഞ്ഞെടുക്കുന്നത്. കാരണം പാപത്തിലാണല്ലോ മനുഷ്യൻ സന്തോഷിക്കുവാൻ ഏറ്റവും കൂടുതൽ അവസരം. അങ്ങനെ പാപത്തിൽ സന്തോഷിച്ച് മുന്നോട്ട് പോകുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിന്റെ അവസാനം എന്ന് പറയുന്നത് വളരെ ദുർഘടങ്ങൾ പിടിച്ചതും കണ്ണുനീരുക്കൾ കൊണ്ട് നിറയപ്പെട്ടതുമായിരിക്കും. പലർക്കും സമാധാനത്തോട് മരിക്കാൻ പോലും കഴിയില്ല. കാരണം ഈ ലോകത്തിന്റെ സന്തോഷം നമ്മെ മരണത്തിലേക്ക് നയിക്കുന്നതാണ്. ഹല്ലേലൂയ. ലോകത്തിന്റെ സന്തോഷം അത് പാപത്തിലേക്ക് നയിക്കുന്നതാണ്. എന്ന് പറഞ്ഞ ഒരു പ്രാകൃത മനുഷ്യൻ, ഒരു ജഡിക മനുഷ്യൻ അഥവാ ദുഷ്ടൻ, പാപി, പരിഹാസി എന്ന് പറയുന്നവരോടൊപ്പം കൂട്ടുകൂടി നടക്കുന്നവർക്ക് ആർക്കും ദൈവവചനത്തെ സന്തോഷിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. അപ്പം ദുഷ്ടനും പാപിയും പരിഹാസി അവന്റെ പ്രവർത്തിച്ചുള്ളൂ. അവൻ പ്രാകൃത മനുഷ്യനാ, ജഡിക മനുഷ്യനാ. അവന് മനുഷ്യാത്മാവിൽ ജീവിക്കുന്നവൻ, ദൈവാത്മാവിന്റെ പ്രവൃത്തി അവന്റെ ഉള്ളിലില്ല. അങ്ങനെയുള്ള മനുഷ്യരോട് കൂട്ടുകൂടിയാൽ നിന്നെ മദ്യത്തിലേക്കും മയക്കുമരുന്ന് ലഹരിക്കും അടിമകളാക്കി ഈ ലോകത്തിന്റെ ദുർനടപ്പ്, ജഡിക, വ്യഭിചാര, പരസംഗ, അശുദ്ധി, ദുഷ്കാമ, ആമി തുടങ്ങി കൊട്ടേഷൻ തുടങ്ങിയ തീവ്രവാദ, ഭീകര, വർഗീയ, രാഷ്ട്രീയ തുടങ്ങിയ മേഖലയിലേക്ക് നിന്നെ നയിക്കും. അവസാനം നിനക്കത് അപകടമായി, ദുരന്തമായി മാറും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ ഭൂമി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരേ ഒരു ജീവിതം എന്ന് പറയുന്നത് ഹല്ലേലൂയ, അത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണമെന്നാണ്. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്.
നിങ്ങൾക്ക് ഒരുപാട് സമ്പത്തുകളും മുതലുകളും നല്ല ജോലി, നല്ല സാലറിയും, ഒരുപാട് വാഹനങ്ങളും, നല്ല അവന് ഇഷ്ടംപോലെ വസ്തുവകളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഭാഗ്യവാനല്ല. അല്ലേടിയ, ലോകപ്രകാരം നിങ്ങളെ ഭാഗ്യവാനെന്ന് ജനം പറഞ്ഞാലും അതെല്ലാം താൽക്കാലികമായി എരിയുന്ന തീക്ക് വേണ്ടി തീയാൽ നശിക്കാൻ വേണ്ടി ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നതാണ്. എന്നാൽ ദൈവവചനം വായിച്ച് താങ്കൾ ഭാഗ്യവാനായി തീരുന്നെങ്കിൽ അത് താങ്കളുടെ മനസ്സിന് സമാധാനം ഉണ്ടാവും, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. യഹോവയുടെ ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ സന്തോഷിച്ച് അല്ലെങ്കിൽ ആ വചനത്തെ നീ രാപ്പകൽ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ കഷ്ടതകളെല്ലാം മാറാൻ തുടങ്ങും. വചനം നിന്നെ ബലപ്പെടുത്തി ശക്തീകരിക്കും. വചനം നിന്റെ ഹൃദയത്തിലും നിന്റെ നാവിലും ഉണ്ടെങ്കിൽ നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകുന്ന ശത്രുവിനെ നിനക്ക് ജയിപ്പാൻ കഴിയും. ലേറിയ. അപ്പൊ ഈ രണ്ടാം വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, എന്നാൽ നീതിമാൻ ചെയ്യേണ്ടത് മാത്രം ചെയ്യുക. ദാവീദിനെ നീതിമാൻ എന്നുള്ള പട്ടിക നിർത്തിക്കൊണ്ടൊരു നീതിമാൻ ചെയ്യേണ്ടത് മാത്രം നീതിമാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ദൈവവചനം ചിന്തിക്കുന്നു. നീതിമാൻ എപ്പോഴും ദൈവത്തിന്റെ വചനം ചിന്തിക്കുന്നു, തുടർച്ചയായിട്ട് ധ്യാനിക്കുന്നു, അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്നു, അത് അനുസരിക്കുന്നു, ഭാഗ്യവാനായിത്തീരുന്നു. എന്താണ് ഒന്നുകൂടെ ഞാൻ പറയാം, നീതിമാൻ ചെയ്യേണ്ടത് മാത്രം ചെയ്യുന്നു, അവൻ വചനം ചിന്തിക്കുന്നു, തുടർച്ചയായി ധ്യാനിക്കുന്നു, അതിനെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുന്നു, അനുസരിക്കുന്നു, ഭാഗ്യവാനായിത്തീരുന്നു. ഈ ഒരു നിലവാരത്തിലാണ് ദൈവവചനം നമ്മെ നേരായ പാതയിലേക്ക് നടത്തുന്നത്. ഈ 2026 എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മക്കളെ ദൈവവചനം ധ്യാനിക്കുവാൻ നിങ്ങൾ പഠിപ്പിക്കണം. അല്ലേ, നിങ്ങളുടെ മക്കളെ TV കാണാനല്ല പഠിപ്പിക്കണം, റിയാലിറ്റി ഷോ കാണാനും കോമഡി കണ്ട് ഇവിടുത്തെ സിനിമയൊക്കെ കണ്ടിട്ട് അതിനു മുമ്പിൽ ഇത് കാണാനും അല്ലെങ്കിൽ അതുപോലെ ഗെയിമുകൾ കളിക്കാനല്ല നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് ദൈവവചനം വായിക്കാനാണ്. ദൈവവചനം വായിച്ചതിന്റെ മക്കളെ പഠിപ്പിക്കാൻ നീ തയ്യാറായാൽ ആ മക്കളുടെ ജീവിതത്തിനകത്ത് അവരുടെ വചനമനുസരിച്ച് ജീവിക്കും, രക്തം ചെയ്യും. അല്ല, ലോകത്തിന്റെ കോമാളി വേഷങ്ങളാണ് നിന്റെ മക്കളെ നീ ചെറുപ്രായത്തിൽ മൊബൈലിലൂടെ നീ പഠിപ്പിക്കുന്നെങ്കിൽ വളർന്നു വരുമ്പോൾ ആ കുട്ടി ഒരു കോമാളിയായിരിക്കും. ലേലിയ സോദരം, പല കുടുംബങ്ങളിൽ അനുഭവം ഉണ്ടല്ലോ. ലേലിയ, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. ചെയ്യരുതാത്ത കാര്യങ്ങൾ, അരുതാത്ത കാര്യങ്ങളെ നമ്മൾ ചെയ്യരുത്. ദൈവവചനത്തിൽ അരുത് എന്ന് പറയുന്നതിനെ നീ അതിലേക്ക് ശ്രദ്ധിക്കുക പോലും ചെയ്യരുത്. അപ്പൊ ദാവീദിനെ പോലെ ഒരു ധ്യാന പുരുഷനായി നിന്റെ മകളെ നീ പണിതെടുക്കാൻ തയ്യാറാകുമ്പോൾ അവരുടെ ജീവിതകാലം മുഴുവൻ അവർ ദൈവത്തിന് മഹത്വം കൊടുക്കും. മാത്രമല്ല, അവർ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള വ്യക്തിക്ക് അറിവ് നേടാൻ കഴിയും. ദൈവികമായ ജ്ഞാനത്താൽ അവർ നിറയപ്പെടും. അവർ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങും. ലേരിയ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് ചോദിട്ടെ, കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ട്, നിങ്ങളിൽ ആരെങ്കിലും ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? ലേരിയ രക്തത്തെ ഇന്നലെ ഞാൻ നിങ്ങളോട് ചോദിച്ചു. അല്ലേ, ദൈവശബ്ദം കേൾക്കണം. അതിന് നമ്മൾ ദൈവവചനത്തിലേക്ക് വരണം. ലേരിയ. അപ്പൊ അത് 119 സങ്കീർത്തനം അതിന്റെ 97 വാക്യമൊക്കെ വായിക്കുമ്പോൾ ആണെന്നുണ്ട് സംഗീതക്കാരൻ പറയാണ്, നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അത് ഞാൻ ധ്യാനിക്കുന്നു. അപ്പൊ ന്യായപ്രമാണം സംഗീതക്കാരന് ഭയങ്കര പ്രിയമാണ്. അല്ലേ, പ്രിയമുള്ള കാര്യമായതുകൊണ്ടാണല്ലോ അദ്ദേഹം ധ്യാനിക്കാൻ തയ്യാറായത്. നമുക്ക് പ്രിയമില്ലാത്ത ഒരു കാര്യങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമുക്ക് പ്രിയമുള്ള കാര്യങ്ങളോട് മാത്രമേ നമ്മൾ കൂടുതൽ ഇടപെടത്തുള്ളൂ. മനുഷ്യന് പ്രിയപ്പെടുന്ന സാധനങ്ങൾ പ്രിയപ്പെടാത്തതുകൊണ്ട് ലോകപ്രകാരം. എന്നാൽ ഇവിടെ സംഗീതക്കാരൻ പറയാം, നിന്റെ ന്യായപ്രമാണത്തോട് എനിക്ക് എത്ര വലിയ പ്രിയം. അല്ലേ, ഇടവിടാതെ ഞാനത് ധ്യാനിക്കുന്നു. സംഗീതക്കാരന്റെ ന്യായപ്രമാണമാണ് പ്രിയം. നിങ്ങൾക്ക് എന്താ പ്രിയം? അല്ലേ എന്ന് പറഞ്ഞ ദൈവവചനത്തിന്റെ ബഹുവിധമായ സ്വാധീനതകളുടെ പട്ടിക സങ്കീർത്തനക്കാരോട് വിവരിക്കുകയാണ്. അല്ലേ, സ്തോത്രം. എന്നാൽ ഏറ്റവും പ്രിയങ്കരമായത് തനിക്ക് ദൈവവചനമാണെന്ന് പറയുക. ഏറ്റവും പ്രിയങ്കരമായത് ദൈവവചനമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മൾ ദൈവത്തിന് വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയമായത് ദൈവവചനമാണോ? ഏറ്റവും പ്രിയമായത് ദൈവവചനമാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കും. പ്രൈസലോ. ചിലര് ഏറ്റവും പ്രിയമെന്ന് തിരഞ്ഞെടുക്കുന്നത് ഹല്ലേലൂയ എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും പ്രിയമുള്ള സാധനങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പറയാമോ? ഹല്ലേലൂയ. ഞാൻ ലോകത്തിൽ ജീവിച്ചപ്പോൾ, ലോകക്കാരനായി ജീവിച്ചപ്പോൾ, ഈ ലോകത്തിൽ ഹല്ലേലൂയ ഇവിടുത്തെ പാപസുഖങ്ങളിൽ ഞാൻ ജീവിച്ചപ്പോൾ എനിക്ക് പ്രിയപ്പെട്ടത് പലതും ഉണ്ടായിരുന്നു.
അതെല്ലാം എന്റെ നാശത്തിലേക്ക് നയിച്ചു. അതെല്ലാം എന്റെ ജീവിതത്തിലെ പരാജയമായി മാറി. അത് കണ്ണുനീരായി മാറി, ദുഃഖങ്ങളായി മാറി. അവസാനം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകേണ്ടി വന്നു. അല്ലേലൂയ. നാട് വിട്ടോടേണ്ടി വന്നു. പ്രിയമായത് തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. അതിന് മറ്റാരുമല്ല കുറ്റക്കാരൻ, ഞാൻ തന്നെയാണ് കുറ്റക്കാരൻ. എനിക്ക് പ്രിയമായതെല്ലാം ഞാൻ തിരഞ്ഞെടുത്തു. അത് തെറ്റാണെന്ന് എന്നോട് പലരും ഉപദേശിച്ചപ്പോൾ ഞാൻ അവർക്ക് നേരെ കറകം തിരിഞ്ഞതല്ലാതെ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. പ്രൈസലോ. എന്നാൽ പിന്നത്തെ ഇതിൽ എന്നോട് കർത്താവ് പറഞ്ഞു, നീ മുമ്പ് പ്രിയമായി തിരഞ്ഞെടുത്തതൊന്നും അല്ല എനിക്കിഷ്ടം. നിനക്ക് പ്രിയമായതിനെ ഞാൻ നിന്റെ ഉള്ളിലാക്കാൻ പോവുകയാണ്. അങ്ങനെ കർത്താവ് എന്റെ ഉള്ളിൽ സംഗീതക്കാരനെ പോലെ എനിക്ക് പ്രിയമായത് എന്റെ ഉള്ളിൽ തന്നപ്പോൾ ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രിയം ദൈവവചനമാണ്, ദൈവത്തിന്റെ ന്യായപ്രമാണം. അത് ഞാനും ഇടപെടാതെ ധ്യാനിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി നിങ്ങളോട് ദൈവവചനം പറയുന്നത്. ഈ വചനം എനിക്ക് പ്രിയമായതുകൊണ്ടും ഞാൻ ഇടപെടാതെ ധ്യാനിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ എനിക്കിത് നിങ്ങളോട് പങ്കുവെക്കാൻ പറ്റും. അല്ലെങ്കിൽ എനിക്കിതൊന്നും പങ്കുവെക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവത്തിന് പ്രിയങ്കരമല്ലാത്ത വിഷയം ധ്യാനിക്കുവാൻ ആർക്കും കഴിയില്ല. നമുക്ക് പ്രിയങ്കരമല്ലാത്ത വിഷയത്തെ ധ്യാനിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. അല്ലേരിയ. ഈ ലോകത്തിൽ വിവിധമായ വിഷയങ്ങളെ അല്ലേരിയ പുരസ്കരിച്ചുള്ള അല്ലേരിയ ആമേൻ അനേകായിരം ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ധ്യാനിക്കുവാൻ കൊള്ളാവുന്ന ഏക ഗ്രന്ഥം ദൈവത്തിന്റെ വചനമാണ്. ലോകത്തിൽ അനവധി മതഗ്രന്ഥങ്ങളുണ്ട്. അല്ലേരിയ. മറ്റനവധി ഗ്രന്ഥങ്ങളുണ്ട്. ചരിത്രങ്ങളും പ്രമാണങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എന്ന് വേണ്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അല്ലേ? അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളും ചരിത്രങ്ങൾ കൊണ്ട് ലോകം നിറയപ്പെട്ട് നിൽക്കുമ്പോൾ, ലൈബ്രറികളെല്ലാം നിറയപ്പെട്ട് നിൽക്കുമ്പോൾ, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ പ്രിയമുള്ളതും ധ്യാനിക്കുവാനും പറ്റിയത് ദൈവത്തിന്റെ വചനമാണ്. കാരണം ഈ വചനം ജീവനുള്ളതാണ്. ഈ വചനമാണ് ഈ ലോകത്തെ മുഴുവൻ നയിക്കുന്നത്. ഈ വചനമാണ് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, ഈ ലോകത്തെ മുഴുവൻ നയിക്കുന്ന, ലോകത്തിന് ബുദ്ധി ഉപദേശിക്കുന്ന, ലോകത്തിലുള്ള സകല മനുഷ്യരും അലരിയ ആലോചന പറഞ്ഞിരുന്ന ഈ വചനത്തെ കഴിഞ്ഞ കാലങ്ങളിൽ പലരും ചവിട്ടിക്കൂട്ടാൻ ശ്രമിച്ചു. പലരും ചവിട്ടിക്കൂട്ടി. പക്ഷേ അവസാനം അവരെ പലരും ചവിട്ടിക്കൂട്ടി. ഈ വചനത്തെ ചവിട്ടിക്കൂട്ടിയവരൊക്കെ അവസാനം പലരും ചവിട്ടിക്കൂട്ടുന്നത് കണ്ടിട്ടില്ലേ? അതെ, നീ ഈ വചനത്തെ ചവിട്ടിക്കൂട്ടിയ സാഹചര്യം നീ പലപ്പോഴും ദൈവത്തെ ചവിട്ടിക്കൂട്ടാറുണ്ട്. ഇന്ത്യയുടെ ഓരോ സംസ്ഥാനങ്ങൾക്കകത്ത് ഈ വചനത്തെ ചവിട്ടിക്കൂട്ടുന്ന ദൈവത്തിന്റെ ദൈവദാസന്മാരെ, ക്രൈസ്തവ വിശ്വാസത്തിൽ ചവിട്ടിക്കൂട്ടുന്ന സഹോദരന്മാരുടെ ആ ദേശത്തോടും രാജ്യത്തോടും സംസ്ഥാനത്തോടും അവിടെ ജനത്തോടും പറയട്ടെ, ദൈവം നിന്നെ ഒന്ന് ചവിട്ടിക്കൂട്ടുന്ന ദിവസങ്ങളായി. ഈ 2026 ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടും. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഒറീസ, ഗുജറാത്ത്, മണിപ്പൂർ, ഉത്തർപ്രദേശ്, ഒറീസ, പശ്ചിമബംഗാള്, അതുപോലെ ബീഹാർ, കർണാടക, അല്ലെങ്കിൽ തമിഴ്നാട് തുടങ്ങിയ പല സംസ്ഥാനങ്ങൾക്കകത്തും ഈ വചനം ചവിട്ടിക്കൂട്ടിയവരുണ്ടല്ലോ. അല്ലേരിയ. ദൈവമക്കളെ, ദൈവദാസന്മാരെ, ഋഷിമാരെ ചവിട്ടിക്കൂട്ടി ജയിലടച്ചവരുണ്ടല്ലോ. അത് സകല മേഖലയിലും ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ പാദപീഠത്തിന്റെ മുമ്പിൽ നീ വീഴുന്നില്ലെങ്കിൽ നിന്നെ ആരെങ്കിലും ചവിട്ടിക്കൂട്ടും. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി നിന്റെ മേൽ, ദേശത്തിന്മേൽ വരും. നിങ്ങൾ എഴുതിയിട്ടോ കേട്ടോ. ദൈവത്തിന്റെ ആത്മാവിനോട് ശക്തമായിട്ട് പറയുക. പ്രൈസലോ. ഇവിടെ പ്രിയങ്കരമല്ലാത്തതൊന്നും നമ്മൾ ധ്യാനിക്കരുത്. നമുക്ക് പ്രിയമായത് ഏറ്റവും നല്ലത് ദൈവത്തിന്റെ വചനമാണ്. ലേലിയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഓശയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഓശയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ, 8-ാം അധ്യായം വായിക്കുമ്പോൾ ഇതിനകത്ത് കാണാം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഓശയുടെ പുസ്തകം 8-12-ാം അധ്യായം. ഞാൻ എന്റെ ന്യായപ്രമാണം അവന് 10,000 കൽപ്പനയായി എഴുതി കൊടുത്താലും അല്ലേലിയ അവന് അത് അപൂർവമായി എണ്ണപ്പെടുന്നു. അല്ലേലിയ. അപൂർവ കാര്യമായി എണ്ണപ്പെടുന്നു. അപ്പം ദൈവത്തിന്റെ വചനങ്ങൾ, ദൈവവചനം അല്ലേലിയ, ദൈവത്തിന്റെ ന്യായപ്രമാണം 10,000 കൽപ്പനകളായി നമുക്ക് എഴുതി തന്നാലും നമ്മൾ അതിനെ ചില അപൂർവ കാര്യങ്ങളായിട്ട് കാണുക. അല്ലേലിയ. എന്റെ സഭയിൽ ഒരു വിശ്വാസി ഇടക്കാലത്ത് വന്നു കേട്ടോ. അവരിങ്ങനെ ഒരുപാട് സഭകൾ കയറി ഇറങ്ങി നടന്നയാണ്. എനിക്ക് തോന്നുന്നത് കുന്നംകുളത്ത് ഞാനിപ്പം ഗുരുവായൂരിലാണ്, കുന്നംകുളത്തുള്ള സകല സഭകളിൽ കയറി ഇറങ്ങി നടക്കുന്ന ഒരു സഹോദരി. ഇന്നും
അങ്ങനെ സകല സഭകളിലും കയറി ഇറങ്ങി സകല ദൈവദാസന്മാരുടെയും കൈ കീഴ് കൊണ്ട് തല വെച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് ഭയങ്കര വിശ്വാസം നിൽക്കുക. പക്ഷേ പൊട്ട വിശ്വാസമാണ്. അങ്ങനെ സകല സഭകളിലും കയറി ഇറങ്ങുന്ന ഈ സഭ ദൈവത്തിന്റെ ന്യായപ്രമാണം അല്ലേലിയ 10,000 കൽപ്പനകളായി അവരോട് പറഞ്ഞാൽ ദൈവത്തിനെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് നേരെ ചില മൂക്കൊക്കെ അങ്ങ് വീർപ്പിക്കും. വചനം കേൾക്കുമ്പോഴത്തേന് ആ കണ്ണൊക്കെ അങ്ങോട്ട് ഉരുട്ടി ആ പുരിയൊക്കെ ഇങ്ങോട്ട് തെളിച്ച് ആ മൂക്കൊക്കെ ഇങ്ങോട്ട് വീർത്തു വരും. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി എന്തോ വലിയ സംഭവമാണെന്നാ പുള്ളിയുടെ ചിന്ത. എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്ന പാസക്കാട്ടിൽ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞാൽ വചനം കേൾക്കുമ്പോൾ എന്തോ വചനം കേൾക്കും എന്തോ അതിശയകരമായിട്ട് തോന്നുക. ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ വചനം എന്തോ അപൂർവ കാര്യമായിട്ട് തോന്നിയിട്ട് ഈ നായ്ക്കളും മൃഗങ്ങളും ഒക്കെ മണം പിടിക്കരുത് മൂക്കുകൊണ്ട്. എന്ന് പറഞ്ഞാൽ മൂക്ക് അങ്ങ് തുറക്കും നേരത്തേനും അല്ലേലിയ. മൂക്കൊക്കെ അങ്ങ് തുറന്ന് ചുണ്ടൊക്കെ അങ്ങോട്ട് നീട്ടി കണ്ണൊക്കെ ഉരുട്ടി പിന്നെ എന്തൊരു മഞ്ഞളിച്ച ചിരിയ അല്ലേലിയ സോദരം. അങ്ങനെയുള്ളൊരു ഇന്ന് സഭയ്ക്കകത്ത് എന്റെ സഭയ്ക്കകത്തൊന്ന് പോയത്. കാരണം ഇങ്ങനെയുള്ളതൊക്കെ സഭയ്ക്കകത്തിന് ശുശ്രൂഷ വെളിപ്പെടുത്തത്തില്ല. ദൈവാത്മാവിന് ശുശ്രൂഷ വെളിപ്പെടുത്താൻ പറ്റത്തില്ല. നമുക്ക് യഥാർത്ഥത്തിൽ വചനം ശുശ്രൂഷിക്കാനും പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ വചനത്തെ അല്ലെ 10,000 കൽപ്പനകളായി എഴുതി കൊടുത്തിട്ടോ അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടും അതിനെ എന്തോ അപൂർവ കാര്യങ്ങളായി എണ്ണുന്ന പലരും സഭയ്ക്കകത്തുണ്ടെങ്കിൽ ആ സഭ അനുഗ്രഹിക്കപ്പെടത്തില്ല. അല്ലേ രക്തത്തെ അതാണ് ഈ വചനം പറയുന്നത്. അല്ലേ സ്തോത്രം. ദൈവത്തിന്റെ വചനം വാക്യം കാണാൻ കഴിയുന്നത് അത് തന്നെയാണ്. ഇവിടെ 8-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ. 8-ാം വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേൽ കാട്ടുകഴുതിയെ പോലെ പെരുമാറിയതിനാൽ ആ മൃഗത്തെ പോലെ തന്നെ നേതാവില്ലാതെ സ്നേഹിതരില്ലാതെ അലിഞ്ഞു തിരിയേണ്ടി വരും എന്ന് ഈ വചനം പറയുക. അല്ലേലിയ. അപ്പം ദൈവത്തിന്റെ വചനം എത്ര കേട്ടാലും അതിനെ അനുസരിക്കാത്ത അല്ലേലിയ ഇസ്രായേലിനെ ഒരു കാട്ടുകഴുതിയെ പോലെ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കാട്ടുകഴുതിയെ പോലെ പെരുമാറിയത് കൊണ്ട് ആ മൃഗത്തെ പോലെ തന്നെ നേതാവില്ലാതെ നിന്റെ ജീവിതമായി തീരുവന്നു. പല സഭകൾ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പല സഭകള് കയറി നടക്കുന്നു. അവർക്കൊരു നേതാവില്ല, അവർക്കൊരു സഭയില്ല, അവർക്കൊരു സംഘടനയില്ല, അവർക്ക് യഥാർത്ഥത്തിൽ പാസ്റ്ററില്ല. അടിസ്ഥാനം മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചതുപോലെ ഇവരൊക്കെ അടിസ്ഥാനം മറിഞ്ഞുപോയി മണലിന്മേൽ പണിതവരാ. അത് നല്ല കാറ്റടിച്ച് മൺമഴ ചൊരിഞ്ഞ് കാറ്റടിച്ച് അതിന്മേൽ അടിക്കുമ്പോൾ ആ വീട് വീണതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ അവരൊക്കെ വീഴും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 7:24 വായിച്ചാൽ പാറമേൽ പണിത വീടും മണലിന്മേൽ പണിത വീടും കാണാൻ കഴിയും. അല്ലേരിയ. അപ്പൊ നമ്മൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന്റെ വചനം 10,000 കൽപ്പനകളായി നമുക്ക് എഴുതി ദൈവം തരുമ്പോൾ അതിനൊരു അപൂർവ കാര്യമായി കണ്ട് കേൾക്കുന്ന വചനത്തെ വിമർശിക്കാതെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് നേരെ കണ്ണും കാലും എടുത്ത് അവർക്ക് നേരെ വിധി എഴുതാതെ അവർക്ക് കുറിപ്പിടാതെ അവരെ അളന്ന് തൂക്കാതെ വചനം നീ അനുസരിക്കണം. ഇന്നത്തെ എന്തുകൊണ്ടാണ് പെന്തക്കോസ് സഭ അനുഗ്രഹിക്കപ്പെടാത്തത്? പെന്തക്കോസ് സഭ എന്ന് പറയുന്ന വേർപെട്ട കൂട്ടങ്ങൾ അഭിഷേകമുള്ള അന്യഭാഷയുള്ള ജീവിത വിശുദ്ധിയെ പ്രസംഗിക്കാത്ത ജീവിത വിശുദ്ധിയെ പ്രസംഗിക്കത്തില്ല. ജീവിത വിശുദ്ധിയെ പ്രസംഗിച്ചാൽ പലതും അവർക്ക് നഷ്ടപ്പെടും. അല്ലേ? വിദേശ യാത്ര, വിദേശ പണം, ഗൾഫിലേക്കുള്ള പോക്ക്, പാശ്ചാത്യ യൂറോപ്യൻ പോക്കൊക്കെ നഷ്ടത്തോട് വിശുദ്ധി പലരും സംസാരിക്കത്തില്ല. അപ്പം പല പെന്തക്കോസ് വിശുദ്ധിയെ പ്രസംഗിക്കാത്തതുമായ അനവധി സഭകൾ എന്നാൽ വിശുദ്ധി പ്രസംഗിക്കുന്ന നല്ല സഭകളുമുണ്ട്. വിശുദ്ധി സംസാരിക്കുന്ന നല്ല സഭകളുണ്ട്. അവർ അച്ചടക്കമുള്ളവരായിരിക്കും, അവർ പവിത്ര ജീവിതം നയിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള സഭയിൽ ദൈവദാസന്മാരെ എനിക്കറിയാം. എന്നാൽ വിശുദ്ധിയെക്കുറിച്ച് ഒരിക്കൽ പോലും സംസാരിക്കാതെ ഒരു കാട്ടുകഴുതയെ പോലെ പെരുമാറുന്ന സഭയ്ക്കൊക്കെ ഒരു നേതാവില്ല, അവർക്ക് വിശുദ്ധിയില്ല. കാരണം അങ്ങനെയുള്ള പെന്തക്കോസ് സഭയുടെ ശുശ്രൂഷയ്ക്കകത്ത് ഇന്നൊരു അത്ഭുതങ്ങളുമില്ല. ഒറ്റ കുഞ്ഞെങ്കിലും അഭിഷേകം പ്രാപിക്കുന്നുണ്ടോ? സഭയിൽ ഒരു 2 കുടുംബം വന്നതുകൊണ്ട് സഭയ്ക്ക് ഉണർവായില്ല. അല്ലേലിയ. സഭയിൽ 10 പേരോ 20 പേരോ 50 പേരോ 5000 പേരോ 10,000 പേരോ ആരാധിച്ചത് കൊണ്ട് സഭയ്ക്ക് ഉണർവായില്ല. അതൊരു ഉണർവല്ല. ഒരു വലിയ കൂട്ടം ജനം വന്നു എന്നേ ഉള്ളൂ. എന്നാൽ നിന്റെ ഓരോ ആരാധനയ്ക്കകത്ത് എത്ര ദൈവമക്കൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നുണ്ട്, അന്യഭാഷ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, കൃപാവരങ്ങൾ പ്രാപിക്കുന്നുണ്ട്, അപ്പോസ്തലനായും പ്രവാചകനായും സുവിശേഷ ഇടയനായും ഉപദേഷ്ടാവായും ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളാലും ആരെങ്കിലും നിറയപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഉണർവ് കേട്ടോ. അല്ലാതെ സഭയിൽ ആള് വരുന്നതല്ല.
പോക്കറ്റ് നിറച്ച് പണം കിട്ടാൻ വേണ്ടിയിട്ട് സഭ വലുതാക്കിയിട്ട് കാര്യമില്ല. ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി ആത്മാക്കളെ സഭയ്ക്കകത്ത് അലറിയ ആത്മാവിൽ നിറയ്ക്കണം. അതാണ് ഉണർവ്. ലേറിയ അതുകൊണ്ടാണ് ഇന്നത്തെ കാലം പല സഭയ്ക്കകത്ത് ഉണർവില്ലാതെ പോകുന്നത്. എന്നാൽ നല്ല ശക്തമായ രീതിയിൽ ഉപദേശം പറഞ്ഞു കൊടുത്ത് നേരായ രീതിയിൽ വിശ്വാസികളെ പഠിപ്പിച്ച് വിശുദ്ധിയുടെ പാതയിലൂടെ നടത്തുന്ന സഭയ്ക്കകത്ത് അഭിഷേകമുള്ള അന്യഭാഷയുള്ള കൃപയുള്ള കൃപാവനങ്ങളുള്ള ഓരോ ആരാധനയ്ക്കകത്തും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന അനവധി പെന്തക്കോസ്ത് സഭകളും ഉണ്ട്. അല്ലേലിയ. ഈ പെന്തക്കോസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഭൂമിയിലുള്ളത് എല്ലാം പെന്തക്കോസ്തല്ല. അല്ലേലിയ. ചിലര് പറയുന്നത് ഈ കറുത്ത മൈൻഡിട്ട് പുസ്തകം പിടിക്കുക, കറുത്ത മൈൻഡിട്ട് പുസ്തകം പിടിക്കുന്നവരെല്ലാം വേർപെട്ട കൂട്ടങ്ങളാണ്, വിശുദ്ധിയിലാണ് ഉള്ളവരാണ്. അത് വെറും പൊട്ടയായി സാത്താൻ തരുന്ന ചിന്തയാകട്ടോ. POC ബൈബിൾ, കത്തോലിക്ക കുടുംബം, കത്തോലിക്ക സമുദായം, ഈ POC ബൈബിൾ അത് നമുക്കറിയാം. അതായത് എന്റെ കയ്യിലൂടെ ഞങ്ങൾ കത്തോലിക്ക ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോഴും എന്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുള്ളത്. അല്ല പണ്ട് ഉപയോഗിച്ചത് ഇപ്പോഴും ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ആമേലതി അതിന്റെ കാര്യമല്ല. ഈ കറുത്ത മൈൻഡിട്ട പുസ്തകം ഉണ്ടല്ലോ, അത് പിടിക്കുന്നവരെല്ലാം എല്ലാവരും പറഞ്ഞു ഞങ്ങളങ്ങ് വിശുദ്ധിയാ. എന്നെ കേൾക്കുന്ന കത്തോലിക്കരുടെ ബാക്കിയുള്ളെല്ലാം യാക്കോബോ, ഓർത്തഡോക്സ്, മാർത്തോമാസ്, ESI എന്ന് പറഞ്ഞ എല്ലാ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളും ഈ പുസ്തകം പിടിച്ചിരിക്കുന്നത്. അതിനകത്ത് അഭിഷേകമുള്ളവരുണ്ട്, അഭിഷേകം ഇല്ലാത്തവരുണ്ട്, പരിശുദ്ധാത്മാവ് ഉള്ളവരുണ്ട്, പരിശുദ്ധാത്മ വിശ്വസിക്കാത്തവരുണ്ട്. സ്വോത്രം. അതിന് കല്യാണം കഴിക്കുന്നുണ്ട്, കല്യാണം കഴിക്കാത്തവരുണ്ട്. അല്ലേലിയ. ഉപദേശം നിൽക്കുന്നുണ്ട്, ഉപദേശം നിൽക്കാത്തവരുണ്ട്. അല്ലേലിയ. കൃപാവരങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്, കൃപാവരങ്ങളിൽ വിശ്വസിക്കാത്തവരുണ്ട്. രോഗശാന്തി, ഭൂതശാന്തി, വീര്യപ്രവർത്തികൾ നിന്നുപോയിന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം പെന്തക്കോസ്ത് സഭയാകണമെന്നില്ല കേട്ടോ. അതെല്ലാം ഒരു മൂടുപട. ഈ മൂടുപട അവരുടെ മുഖത്ത് നീങ്ങിപ്പോയിട്ടില്ല. ആ മൂടുപട നീങ്ങിപ്പോയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ദൈവവചനത്തെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുമ്പോൾ, അല്ലരിയ, നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയമാത് ഇടപെടാതെ ഞാൻ ധ്യാനിക്കും. 119 197 വായിച്ചതുപോലെ ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിനകത്ത് വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ് ആ വചനത്തിന്റെ ഗാംഭീര്യം, അതിന്റെ മാധുര്യം, അതിന്റെ സത്ത്, അതിന്റെ മൂല്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അല്ലേലിയ. അതുകൊണ്ട് സഭയ്ക്കകത്ത് വിശുദ്ധി വരണം. സഭയ്ക്കകത്ത് വിശുദ്ധി വേണം. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ആ പുസ്തകത്തിന്റെ പ്രാരംഭത്തിൽ ദുഷ്ടനെയും പാപിയും പരിഹാസിയും വേർതിരിക്കുക. നെല്ലും പതിരും കൂടെ വേർതിരിക്കുന്ന പോലെ 3 കൂട്ടം ആളുകളെയും അവരുടെ നടപ്പും ഇരിപ്പും അവരുടെ ആലോചനയെ മാറ്റുക. ദുഷ്ടന്റെ ആലോചന, പാപികളുടെ വഴി, പരിഹാസി ഇരിപ്പിടത്തെ നീക്കിയിട്ട് സങ്കീർത്തനക്കാരൻ എന്ത് ചെയ്യുന്നു? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കാൻ തുടങ്ങി. ഇന്ന് പകരം എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിന്റെ സഭയ്ക്കകത്ത് നീക്കാനുള്ളത്, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസനെ നീക്കണം. നിന്റെ ഉപദേശത്തെ നീക്കണം. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് നീക്കണം. നിന്റെ സഭയ്ക്കകത്ത് ക്രമീകരണം വരുത്തുവാണ്ട് ക്രമീകരണം വരുത്തണം. ഈ 2026 അല്ല പൈസ നോക്കിയിട്ട്, സ്വോത്രകാഴ്ച നോക്കി, ദശാംശം നോക്കിയായിട്ടാണ് നീ ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ നീ പരാജയപ്പെട്ടവനാ. പല സഭയിലും വിശുദ്ധി പ്രസംഗിക്കാത്തതിന്റെ കാരണം എന്താ? സ്വോത്രകാഴ്ച കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ദശാംശം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇനി വിദേശത്തേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ എന്ത് ചെയ്യും? വിസ തരാമെന്ന് പറഞ്ഞതാ. വിശുദ്ധി അച്ചായന്റെ തെറ്റ് പറഞ്ഞെങ്കിൽ, അമ്മാമ്മയുടെ തെറ്റ് ചൂണ്ടിക്കാണിട്ട് കിട്ടിയില്ല എന്ത് ചെയ്യും? അങ്ങനെ വിശുദ്ധി മറച്ചു വെച്ച് പ്രസംഗിക്കുന്ന സഭകളെല്ലാം ദുഷ്ടന്റെയും പാപികളുടെയും പരിഹാസികളുടെ ഇരിപ്പിടമായി മാറും. അവരുടെ ആലോചന നടപ്പാൻ മാറും. എന്നാൽ സങ്കീർത്തനക്കാരൻ അതിനെ കൊണ്ട് മാറ്റിവെച്ചു, വേർതിരിച്ചിട്ട് വേർതിരിച്ചിട്ട് സങ്കീർത്തനക്കാരൻ ഒരു നീതിമാനായി മാറിക്കൊണ്ട് ദൈവവചനം ധ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ വചനം ധ്യാനിച്ചു കഴിയുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയാം, അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുമെന്നും. അല്ലേലിയ. അപ്പം ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കുന്നത് നമ്മുടെ കടമയാണ്. ദൈവത്തിന്റെ വചനം വായിക്കുന്ന നമ്മുടെ കടമയാണ്, നമ്മുടെ ദൗത്യമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദൈവം തന്റെ മഹാത്മ്യങ്ങളെ നമുക്ക് എഴുതി തന്നിരിക്കുക. സ്വർഗരാജ്യത്തിന്റെ മഹത്വത്തെ, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. അല്ലേലിയ. അതൊരിക്കലും നമ്മൾ അന്യരുടെ കാര്യമായി ചിന്തിക്കരുത്. ദൈവവചനം, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത് അത് അന്യരുടെ ഉപദേശമായി, അന്യരുടെ കാര്യമായി നാം ചിന്തിക്കരുത്. അല്ലേലിയ. ഞാൻ എന്റെ ന്യായപ്രമാണം അവന് 10,000 കൽപ്പനയായി എഴുതി കൊടുത്താലും അവ അപൂർവ കാര്യമായി എണ്ണപ്പെടുന്നു എന്ന് വചനം പറയുക. ദൈവത്തിന്റെ വചനങ്ങളെല്ലാം ആത്മാവും ജീവനുമായിരിക്കുന്നു എന്ന് വായിച്ച് തിരിച്ചറിയണം. ദൈവത്തിന്റെ വചനം
എല്ലാം ആത്മാവും ജീവനുമാണ്. ഈ വചനം ആത്മാവും ജീവനുമായതുകൊണ്ട് ഈ വചനം പ്രസംഗിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ വചനം കേൾക്കുന്നവരെ പരിശുദ്ധാത്മാവ് വരണം. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ, നീ വചനം പറയുമ്പോൾ, നിന്റെ വചനം കേൾക്കുമ്പോൾ, നിന്റെ നാവിലൂടെ ഉരുളുന്ന വചനം മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർ ആത്മാവിൽ നിറയപ്പെടണം. അതുകൊണ്ടാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിശോധനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവിന്റെ ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ടു വിസ്മയിച്ചു എന്ന്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ കൊർന്നേലിയോസിന് കിട്ടിയ ദർശനപ്രകാരം കൊർന്നേലിയോസ് പത്രോസിനെ തന്റെ വീട്ടിൽ വരുത്തി. കൊർന്നേലിയോസിന്റെ കുടുംബത്തിലുള്ളവരെയും മറ്റ് സ്നേഹിതരെയും ചാർച്ചക്കാരെല്ലാം വിളിച്ചു കൂട്ടിക്കാണും. അവരെല്ലാം കൂടെ കൂടിയിരിക്കുമ്പോൾ പത്രോസ് വായി തുറന്ന് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ന്യായപ്രമാണം 10,000 കൽപ്പനകളായി എഴുതി കൊടുത്തിരിക്കുന്ന വചനം ഹല്ലേലൂയ അതിനെയൊരു ആശ്ചര്യമായി തന്നാൽ അതിനെയൊരു മറ്റൊരു രത്തിൽ കാണാതെ ഹല്ലേലൂയ പത്രോസ് അത് പ്രസംഗിക്കാൻ തുടങ്ങി. കൊർന്നേലിയോസിന്റെ കുടുംബത്തിലിരിക്കുന്ന വചനം ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ വചനയുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോൾ അവന്റെ ഹൃദയത്തിനകത്ത് ശുദ്ധീകരണം നടക്കാൻ തുടങ്ങി. അവരുടെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്ന അഴുക്കുകളും നീക്കേണ്ടതിനെ എല്ലാം അവരങ്ങ് നീക്കിക്കളഞ്ഞു. വചനം അവരുടെ ഹൃദയത്തെ മനസ്സിനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ വചനം കേട്ടവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയ. അവിടെ നമുക്കത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം പല പ്രാവശ്യം നമ്മൾ ഈ പുസ്തകത്തെ വായിച്ചാലും ഹല്ലേലൂയ ദൈവവചനം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. ഒരിക്കലും ഒരു ഭക്തൻ പറഞ്ഞു, ഞാൻ പല പ്രാവശ്യം ദൈവവേദ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിലും യെശയ്യാവിന്റെ പുസ്തകം അധികമായി വാഗ്ദത്തങ്ങൾ തരികയും അദ്ദേഹത്തെ ബലത്താൽ അല്ലെങ്കിൽ നിറയ്ക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ വേദപുസ്തകം പല ആവർത്തി വായിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലും ഹല്ലേലൂയ വായിക്കുന്ന വചനം നിന്റെ ഹൃദയത്തെ ബലപ്പെടുത്തണം. വചനം നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തണം. ഈ ലോകത്തിന്റെ മാലിന്യങ്ങളെ മുഴുവൻ നീക്കിക്കളയണം. 2026 ലോകത്തിന്റെ മാലിന്യം എന്ന് പറയുന്നതാണ് ഈ ദുഷ്ടൻ. ലോകത്തിന്റെ മാലിന്യമാണ് പാപി. ലോകത്തിന്റെ മാലിന്യമാണ് പരിഹാസി. ഇവൻ ചണ്ടി കൂമ്പാരത്തിലാണ് ഇവന്റെ ജീവിതം. ഇവൻ ചണ്ടി കൂമ്പാരങ്ങൾ കയറിക്കിടക്കുന്ന ചണ്ടി കൂമ്പാരങ്ങൾ കൂടിക്കിടക്കുന്ന ദുർഗന്ധമേ വമിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ദുഷ്ടനും പാപിയും പരിഹാസിയും ഒന്നിച്ചു കൂടുന്നിടത്ത് ദുർഗന്ധം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. അവിടെ സുഗന്ധം വരത്തല്ല ദുർഗന്ധം. അതുകൊണ്ട് നീ അവനെ വേർതിരിച്ചിട്ട് നീതിമാനായ ദാവീദ് ഒരു ധ്യാനപുരുഷനായി ദൈവത്തിന് വചനം വായിക്കുന്നത് പോലെ നീ ദൈവവചനം വായിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിത്യതയിൽ നിങ്ങൾ എത്തണമെങ്കിൽ, നിത്യതയിലാണ് നിങ്ങളുടെ ശ്രദ്ധയെങ്കിൽ, അങ്ങോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, മരണമുണ്ട്, മരണാനന്തര ജീവിതം നിത്യമായി സ്വർഗത്തിൽ ആ പർദീസയിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ നീ ദുഷ്ടനെയും പാപിയും പരിഹാസി നീ മാറ്റണം. അവന്റെ ആലോചന, അവന്റെ ആലോചനയുടെ നടപ്പും അവന്റെ ഇരിപ്പിടത്തെ നീക്കിക്കളയണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതെല്ലാം നമ്മൾ നീക്കണം. ദുഷ്ടന്മാരുടെ നടക്കാതെ പാപികളുടെ വഴി ഹല്ലേലൂയ പരിഹാസി ഇതെല്ലാം സംഗീതക്കാരെ നീക്കി കളയുക. അപ്പൊ ഇവിടെ പത്രോസ് ദൈവവചനം പ്രസംഗിച്ചപ്പോൾ എന്ത് ചെയ്തു? കേട്ടവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് വന്നു. അപ്പൊ അത് കേട്ടിട്ട് അവര് വിസ്മയിച്ചു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ വചനം പറയാൻ നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ചു ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. കാരണം വചനം കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരെ സ്നാനപ്പെടുത്താൻ വെള്ളം ആർക്കും വിലക്കാൻ പറ്റത്തില്ല. അങ്ങനെ കൊർന്നേലിയോസിന്റെ കുടുംബം പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് ദൈവസഭയോട് ദൈവത്തോട് ചേർന്നപ്പോൾ കൊർന്നേലിയോസിന്റെ വീട്ടിൽ കൂടി വന്ന ഒരു പത്രോസിന്റെ പറയുക, പത്രോസേ നീ ഒരാഴ്ച ഞങ്ങളോട് താമസിക്കണം. അവിടെ പറയുന്നത് അവൻ ചില ദിവസം അവിടെ താമസിക്കും. പത്രോസ് പറഞ്ഞു, പത്രോസേ നീ ഇപ്പം പോകരുത്, നീ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കട്ടെ. ഞങ്ങളുടെ വീട്ടിൽ നീ വന്നത് ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ഞങ്ങളുടെ വീട്ടിൽ നീ വന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ കഴിഞ്ഞത്. നീ ഞങ്ങളുടെ വീട്ടിൽ വന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ സ്വർഗീയ പർദീസ ലഭ്യമായത്. അതുകൊണ്ട് നീ കുറച്ച് ദിവസം താമസിക്കണം.
ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവത്തിന്റെ ദാസന്മാരുടെ ദേശത്ത് വരുമ്പോൾ അവരെ ആട്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ദാസന്മാരുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ ആട്ടി ഓടിച്ച് കഥകളുടെ നീ മുറിക്കകത്ത് കയറുന്നുണ്ടെങ്കിൽ, ദാസന്മാരുടെ ഭവനത്തിലേക്ക് നീ നിന്റെ മുറ്റത്തെ പട്ടിക്കൂട്ടിലെ പട്ടിയെ നീ അഴിച്ചുവിട്ട് കടിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലേ? അങ്ങനെയൊക്കെയാണ് നിന്റെ ജീവിതമെങ്കിൽ അവസാനം ആ നായ തന്നെ നിന്നെ കടിച്ചു കയറും. പ്രൈസ്. ദൈവദാസന്മാരെ, ദൈവമക്കൾ, സുവിശേഷന്മാരെ വീട്ടിലേക്ക് ഇല്ലെന്ന് കാണുമ്പോൾ പട്ടി അഴിച്ചുവിട്ട വീടുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു കേട്ടോ. ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, പട്ടി അഴിച്ചു. കാരണം അങ്ങോട്ട് അങ്ങനെ പട്ടിയുടെ കടി മേടിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവസാനം അവരുടെ അന്ത്യം എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഒരു നായ അനാഥമായി മരിച്ചു പോകുന്നു, ചത്തു പോകുന്നവരെ പലരുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. പ്രൈസറോ. ദൈവവചനത്തോട് കളിക്കരുത് കേട്ടോ. ദൈവവചനം എന്ന് പറയുന്ന ജീവനാ. ഇത് സാധാരണ പുസ്തകമല്ല, സാധാരണ ഒരു ഗ്രന്ഥമല്ല, ഇത് മതഗ്രന്ഥമല്ല, ഇതൊരു മതത്തിന്റെ ഗ്രന്ഥമല്ല. എല്ലാം മതത്തിന്റെ ഗ്രന്ഥമാകുന്നുള്ളത്. എന്നാൽ സത്യവേദ പുസ്തകം മതത്തിന്റെ ഗ്രന്ഥമല്ല, ഇത് ദൈവത്തിന്റെ വചനമാണ്. പാപികൾക്കുള്ള സന്ദേശമാണ്, നിത്യജീവന്റെ വഴിയാ, നേരായ പാതയിൽ നമ്മെ നടത്തുന്ന, നമുക്ക് ഉപദേശിച്ചു തരുന്ന ഒരു ഉപദേശമാണ്. ഇത് മതഗ്രന്ഥമല്ല. അതുകൊണ്ട് ഇത് ജീവനുള്ള വചനം, ആത്മാവും ജീവനുമായിരിക്കുന്ന വചനമാണ്. അതിനെ നീ ഓടിച്ചു കളയരുത്. അതുമായിട്ട് നിന്റെ വീട്ടിലേക്ക് വരുന്നതിനെ ആട്ടി ഓടിക്കരുത്. നമ്മൾ കേട്ടില്ല, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന്റെ വചനം ഈ സത്യവിശേഷമായി വന്ന പലരെയും കരിയോയിൽ ഒഴിച്ചിട്ടുണ്ട്. ദൈവദാസന്മാരുടെ മേൽ കരിയോയിൽ ഒഴിച്ചിട്ടുണ്ട്. ചാണകവെള്ളം കലക്കി ഒഴിച്ചിട്ടുണ്ട്. വിസർജ്യ സാധനങ്ങൾ ദൈവത്തിന് പ്രസംഗിക്കാൻ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അവരുടെ മുഖത്ത് തുപ്പിട്ട് അവരുടെ കന്നത്തടിച്ചിട്ടുണ്ട്. അവരുടെ മൊബൈൽ പിടിച്ചു വാങ്ങിയിട്ടുണ്ട്. അവരെ ആട്ടി ഓടിച്ചിട്ടുണ്ട്. അവർ കൊടുത്ത സുവിശേഷ പ്രതി വലിച്ചു കയറി തീയിലിട്ട് ചുട്ട് കരിച്ചിട്ടുണ്ട് പല വിദ്വാൻമാരും. നീ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തക്ക ശിക്ഷ താമസിയാതെ 2026 നിന്റെ കുടുംബത്തിന് പേര് നീ ആ പട്ടണത്തിന് പേരും വരും. ഭീഷണിയൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ. അതുകൊണ്ട് നിന്റെ വീട്ടിലേക്ക്, നിന്റെ ദേശത്തേക്ക് ഈ വചനമായിട്ട് വരുമ്പോൾ നീ അവരെ ആട്ടി ഓടിക്കരുത്. നിന്റെ നന്മയ്ക്ക് വേണ്ടി വരുന്നതാ, നിന്റെ അനുഗ്രഹത്തിന് വരുന്നത്, നിന്റെ കുടുംബത്തിന് ശാപം മാറാൻ നീ അറിയാത്ത കാര്യങ്ങളെ, നിനക്കറിയാത്ത കാര്യങ്ങളെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ നിനക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവർ വരുന്നത്. നിന്റെ മദ്യപാനം ഒന്ന് മാറുക, നിന്റെ ചുരുക്കിയ ജീവിതം ഒന്ന് മാറുക, നിന്റെ ലഹരി അടിമയായ അനുഭവത്തെ വിടുവിക്കുക, നിന്റെ ദുർനടപ്പിൽ നിന്ന് വിടുവിക്കുവാൻ, നിനക്ക് നല്ലൊരു സമാധാനമുള്ള ജീവിതത്തിന് ജീവിതം നയിപ്പാൻ സത്യസുവിശേഷന്റെ വാതിലിൽ ആ സത്യസുവിശേഷ മർമ്മം ഒന്ന് വെളിപ്പെടുത്തി നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ് ദൈവദാസന്മാർ വഴിയോരത്തത് പ്രസംഗിക്കുന്നത്. അവർ നിന്റെ വീട്ടിലേക്ക് വരുന്നത്, പാട്ടുകൾ നിനക്ക് തരുന്നത്, അതിലെഴുതിക്കുന്ന വചനം നീ നന്നാകാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾ ഈ വചനം ധ്യാനിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരാ. ഞങ്ങൾ ഈ വേർപെട്ട കൂട്ടം, ഞങ്ങൾ ബന്ധുക്കോസുകാർ, ഞങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാ. ഞങ്ങൾക്ക് ഓലപ്പരയൊക്കെ കാണത്തുള്ളൂ. ഞങ്ങളെല്ലാം വാടകയ്ക്ക്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ 25 വർഷം വാടകയ്ക്ക് താമസിച്ചു. വിശ്വാസം വന്ന് 20 വാടക. ജനിച്ച കാലം തൊട്ട് ഈ ഓലപ്പരയും ചെറ്റക്കൊണ്ടും ഒക്കെ ഇന്നും എന്നും അല്ല. പക്ഷെ ഞങ്ങളെല്ലാം ഭയങ്കര ഭാഗ്യവാന്മാരാ. കാരണം പറയോ, ഞങ്ങൾ ദൈവത്തിന് വചനത്തെ അനുസരിക്കുന്നു, പ്രമാണിക്കുന്നു, അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ ഹൃദയത്തിന്റെ സങ്കടങ്ങളെല്ലാം ഞങ്ങൾ കർത്താവോട് പറയുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന, ഞങ്ങൾക്ക് ആനന്ദം തരുന്ന ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് കർത്താവ് നിറയ്ക്കും. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഭാഗ്യവാന്മാരായി മാറും. അത് ഞങ്ങളുടെ ഭാഗ്യവാനാകട്ടോ, വചനത്തിനാ. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിനകത്ത് സമാധാനമില്ലാതായിട്ട് എത്ര കാലമായി? നന്നായിട്ട് നീ ഉറങ്ങിയിട്ട് എത്ര കാലമായി? എന്നെ കേൾക്കുന്ന സഹോദരനോട് ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ എത്ര കാലമായി കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്? ഒരാശ്വാസത്തിന് വേണ്ടി ഏതെല്ലാം വഴികൾ മുട്ടി, ഒരു നന്മ നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്റെ ഏതെല്ലാം മലകൾ കയറിയിറങ്ങി, ഏതെല്ലാം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നീ പോയി, ഏതെല്ലാം അമലിയ സ്തോത്രം പുണ്യസ്ഥലങ്ങളിൽ നീ നടന്നു, എന്തെല്ലാം വഴിപാടുകളും കാഴ്ചകളും നീ ചെയ്തു, എന്തെല്ലാം ദാനധർമ്മങ്ങൾ നീ ചെയ്തു. ഇന്നും നിനക്ക് സമാധാനമില്ലാതെ, ഇന്ന് നീ കഷ്ടതയുടെ നടുവിലൂടെ ബന്ധിക്കപ്പെട്ടവനായി കഴിയുകയില്ലേ? അതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ തെറ്റുകളെ, പരാജയങ്ങളിൽ നിന്ന് മാറ്റിവെച്ചിട്ട് അതിനെ തിരിച്ചറിഞ്ഞ
അതിനെ ഏറ്റു പറഞ്ഞിട്ട് നീക്കിക്കളഞ്ഞിട്ട് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവയെ രാപ്പകൽ ധ്യാനിക്കുവാൻ നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവം നിന്റെ കുടുംബത്തെ മാറ്റിയിരിക്കത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായില വാടാത്തതുമായ വൃക്ഷം പോലെ നിന്റെ കുടുംബത്തെ ദൈവം ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. നിന്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളും ദൈവം ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. വിശ്വസി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് നിന്റെ വേദനകൾ അറിയുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. നിങ്ങളുടെ നൊമ്പരങ്ങൾ ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ നൊമ്പരങ്ങളൊന്നും എനിക്കറിയത്തില്ല. നിങ്ങളിൽ പലരും വചനം കേട്ട് എന്നെ വിളിച്ച് നിങ്ങൾ എന്നോട് പ്രാർത്ഥന വിഷയം പറയുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങളെ അറിയുന്നതും പ്രാർത്ഥിക്കുന്നതും. എന്നാൽ സ്വർഗത്തിലെ ദൈവം നൽകിയ ആ ദൈവത്തോട് നിന്റെ വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ നിന്റെ വിഷയം അറിയുന്നവനാ ദൈവം. അതുകൊണ്ട് നീ ആ കർത്താവിലേക്ക് വന്ന് ഹല്ലേലൂയ ആ പാദപീഠത്തിൽ ഇരുന്നുകൊണ്ട് സ്തോത്രം നീ ദൈവത്തോട് വചനം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിനോട് ഇടപെടാൻ തുടങ്ങും. രക്തം ചെയ്യും, നിന്റെ കഷ്ടതകൾ മാറും. അപ്പൊ ഇവിടെ വചനം പറയുന്നത് ഹല്ലേലൂയ യെരൂശലേമിൽ നിന്നും എത്യോപ്യയിലേക്ക് പോകുന്ന ഷണ്ഡനെ കുറിച്ച് നമുക്ക് വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ യെരൂശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോയിൽ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് പീലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞ് പീലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചതിന് ആരും പൊരുൾ തിരിച്ച് തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് ഐത്യോപ്യ മന്ത്രിയായിരിക്കും ഷണ്ഡൻ പറയുക. അങ്ങനെ ഇത് പീലിപ്പോസ് പീലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ താൻ വായിച്ച ഭാഗം ഇത് അറുപ്പുവാൾ ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ വിവരിക്കും. ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളഞ്ഞുവല്ലോ എന്ന് വായിച്ച ഭാഗം. അപ്പൊ ഷണ്ഡൻ പീലിപ്പോസ് ഇത് പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു, തന്നെ കുറിച്ചോ മറ്റൊരുത്തിനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. പീലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ എന്ത് ചെയ്തു? സുവിശേഷം പീലിപ്പോസ് ഷണ്ഡനോട് പറഞ്ഞു. അതിന്റെ 30 ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് പറഞ്ഞു. അപ്പൊ അവർ ഇങ്ങനെ വഴിപോകി വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ഡൻ ഇതാ വെള്ളം ഞാൻ സ്നാനം കഴിയേക്കുന്നതിനെന്ത് ഐത്യോപ്യയിൽ ഒരു ഉണർവുണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവനെ ദൈവം തൊട്ടു. ഹല്ലേലൂയ. ഈ ഐത്യോപ്യ രാജ്യം ഷണ്ഡനായിരുന്ന ഈ മനുഷ്യൻ ദൈവോദനം കേട്ട് സ്നാനപ്പെട്ടതോടുകൂടി എന്ത് ചെയ്തു? ഐത്യോപ്യ എന്ന് പറയുന്ന സ്ഥലത്തൊരു ഉണർവുണ്ടായെന്നാണ് ചില ചരിത്രങ്ങൾ വായിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ യെരൂശലേമിൽ നിന്നും ഐത്യോപ്യയിലേക്ക് മടങ്ങിപ്പോയ ഒരു മനുഷ്യൻ തന്റെ പ്രയാണത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് പീലിപ്പോസ് നീ അടുത്തിരുന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞ് അപ്രകാരം പീലിപ്പോസ് ഓടിപ്പോയി ആ രഥത്തിൽ കയറി വേദവചനങ്ങളെ ഐത്യോപ്യ മനുഷ്യരോട് വിവരിച്ചു കൊടുത്തു. ഈ തിരുവെഴുത്ത് ആധാരമാക്കി യേശുക്രിസ്തുവിനെ കുറിച്ച് അവൻ പറഞ്ഞു കൊടുത്തു. പീലിപ്പോസ് ആ പറഞ്ഞത് കേട്ടപ്പോൾ ഷണ്ഡന്റെ ഹൃദയത്തിനകത്ത് മാനസാന്തരം വന്നു. ഹല്ലേലൂയ. അവന്റെ ഹൃദയത്തിനകത്ത് രൂപാന്തരം വന്നു. അവന്റെ കഴിഞ്ഞകാല ജീവിതത്തെ കുറിച്ച് അവൻ ചിന്തിച്ചു. അവൻ മനസ്സിലായി, ഞാൻ യെരൂശലേമിൽ പള്ളിയിൽ വന്നതാ. അവിടെ വന്നപ്പോൾ ഞാൻ ഈ വായിച്ച പുസ്തകം ഞാൻ വാങ്ങിയ പുസ്തകം എനിക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല. അത് പൊരുൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പീലിപ്പോസിനെ ദൈവം സഹായിയെ ചേർത്ത് കൊടുത്ത് ഹല്ലേലൂയ. ആ പീലിപ്പോസ് വചനം പറഞ്ഞപ്പോഴാണ് അവന് മാനസാന്തരം ഉണ്ടായെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഈ വചനം നിന്നോട് ഇതിന്റെ പൊരുൾ തിരിച്ചു തരുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തൊരു രൂപാന്തരം വരും. ഹല്ലേലൂയ. എനിക്കൊക്കെ അങ്ങനെ രൂപാന്തരം വന്നത് കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ഈ വചനം വായിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത്. ഈ വചനം കേട്ടപ്പോഴാണ് എൻ്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തൊക്കെ രൂപാന്തരം വന്നത്. എൻ്റെ ഉള്ളിലൊരു ഉണർവുണ്ടായി. ഹല്ലേലൂയ. അത് ഈ വചനം കേട്ടാൽ നിന്റെ ഉള്ളിൽ ഉണർവുണ്ടാകും. നിന്റെ ഹൃദയത്തിന്റെ ഇരുളുമൂടിയ അനുഭവത്തെ മാറും. ഹല്ലേലൂയ. പല കുടുംബങ്ങളെ നമ്മൾ നോക്കിയാലും പല സഹോദരന്മാരെ യുവാക്കന്മാരെ നോക്കിയാലും നല്ല വില കൂടിയ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഇന്നത്തെ കാലത്ത് ബ്യൂട്ടീഷ്യന്മാർ എല്ലാം നന്നായിട്ട് അലങ്കരിച്ച് ഒരുക്കി മിനിങ്ങിയൊക്കെ പുറത്തേക്ക് വരുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. പക്ഷേ അവരുടെ ഉള്ളിൽ വാളിയ ഇരുട്ടാ. ഹല്ലേലൂയ.
അത് പറയാൻ ഞങ്ങൾക്ക് പറ്റും. എന്നാ പറയോ, ഞങ്ങൾ ഈ ദൈവവചനം പ്രസംഗിക്കൊണ്ട് ഞങ്ങളെ എല്ലാവരും പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകും. പുറമേ കണ്ടാൽ യാതൊരു കുഴപ്പവുമില്ലെന്നേ, പക്ഷെ അകത്ത് നീറുന്ന വേദനകളാണ്. അങ്ങനെ എത്രയോ ആളുകളാണ് ഓരോ ദിവസം ഹൃദയം നീറി, എനിക്കൊരു സന്തോഷം എപ്പം കിട്ടും, എനിക്ക് സമാധാനം എപ്പം കിട്ടും, എനിക്ക് സ്വസ്ഥത എന്ന് കിട്ടും, എന്റെ കുടുംബത്തിന്റെ അരാജകത്വം എന്ന് മാറും, എന്റെ കണ്ണുനീർ എന്ന് മാറും എന്നൊക്കെ ചിന്തിക്കുന്ന അനവധി യുവതി യുവാക്കന്മാർ, സഹോദരന്മാർ, മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ഒരു ദിവസം ഒത്തിരി പേർക്കോട് പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ എല്ലാ സങ്കടം കേൾക്കുന്നവനാ. അവരുടെ എല്ലാ സങ്കടം കേട്ടിട്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ ഇവരുടെ ഹൃദയത്തിന്റെ ഇരുളൊന്ന് മാറ്റി കൊടുക്കണമേ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുവാൻ, അവയൊന്ന് ധ്യാനിക്കുവാൻ, ഈ മനുഷ്യനെ, ഈ വ്യക്തിയെ, ഈ സഹോദരനെ ഭാഗ്യവാനാക്കുവാൻ കർത്താവെ അവിടുന്ന് ഇടപെടണമേ. അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ പ്രിയ അവർക്ക് കൊടുക്കണം. അത് ഇടപെടാതെ ധ്യാനിക്കുവാൻ ഒരുക്കണമേ. ദൈവത്തിനും പറഞ്ഞു പലരും പിന്നത്തെ ഇതിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സമാധാനം കിട്ടി, ഒരു സന്തോഷം കിട്ടി, സ്ഥിതികൾക്കൊക്കെ ഒരു മാറ്റം വന്നു. എൻ്റെ ഏരിയ അത് ദൈവത്തിന്റെ വചനം നിന്നെ ശക്തിപ്പെടുത്തും. നിന്റെ ഏത് താഴ്ചയിൽ നിന്നെ ഉയർത്താൻ ഈ വചനത്തിന് പറ്റും. നിന്റെ ഏത് കഷ്ടതയും നിന്നെ മാറ്റിയെടുക്കാൻ ഈ വചനത്തിന് പറ്റും. ഇന്ന് നീ കുടുംബത്തിനകത്തൊരു ജോലിയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ജോലിക്ക് വേണ്ടി നീ പല വാതിലുകളും മുട്ടിയിട്ടും ഒരു വാതിലിന് മുമ്പിൽ തുറക്കാതെ എല്ലാ വാതിലുകളും കൊട്ടി അടയ്ക്കുന്ന അനുഭവമാണോ? ഹല്ലേലൂയ. നീ ദൈവത്തിന് മുമ്പിൽ ദൈവസന്നിധി ഇരുന്ന് വചനത്തെ വായിച്ച്, കർത്താവേ നിന്റെ വചനം എന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് അത് പ്രവർത്തിച്ചുകൊണ്ട് എനിക്ക് മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളെ അവിടുന്ന് തുറന്നു തരണമെന്ന്. ഹല്ലേലൂയ. നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം ചില പുതിയ വഴികളെ, ചില പുതിയ വാതിലുകളെ നിന്റെ മുമ്പിൽ തുറക്കും. ദൈവം തുറന്നാൽ പിന്നെ അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. അത് കർത്താവ് നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ വചനങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. കണ്ണുകൾ അടച്ചാട്ട്. അപ്പം ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളത്, ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതുമാണ്. അവന്റെ വചനം എന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ചു തളർന്ന് എനിക്ക് വഹിയാതെയായി. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20:9 എബ്രായ ലേഖനം 4:12 വിവരിക്കാൻ സമയമില്ല. വായിച്ചു വിട്ടുള്ള ഭാഗം ശ്രദ്ധിക്കുക. അതേപോലെ സങ്കീർത്തനക്കാരെ പോലെ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാൻ ഒരു നല്ല മനസ്സിനൊണ്ടാകട്ടെ. ഈ ലോകത്തിൽ ദുഷ്ടനെയും പാപിയും പരിഹാസ്യം നീക്കി നിർത്തിയിട്ട് അവന്റെ ആലോചന, അവന്റെ നടപ്പും അവന്റെ വഴിയും അവന്റെ ഇരിപ്പിടം മാറ്റിക്കളഞ്ഞിട്ട് ദാവീദിനെ പോലെ ദൈവത്തിന് വചനം ധ്യാനിക്കുവാൻ സന്തോഷിപ്പാൻ നിന്നെ ഉദർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഇന്ന് നിന്റെ പരാജയത്തെ മാറ്റി ദൈവനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരും. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ട് സകല ജനത്തെ എടുത്ത കരങ്ങളിൽ ഏൽപ്പിക്കും. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിയിലോട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന വലിയുടെയും ചെറിയുടെയും എല്ലാ ദ്വീപവാസികളും ആദിവാസികളും ട്രൈബൽ മേഖലയായിരിക്കും. ശൈശവത്തിലും ബാല്യം കൗമാരം യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബ വൃത്തരാശന യാച റോട്ടന ചോട്ട തടവറയിലായിരിക്കുന്ന സകല രാജ്യരാഷ്ട്ര തലന്മാർ, രാജാക്കന്മാർ, രാജ്ഞന്മാർ, പ്രധാനമന്ത്രി, ദിവസം ഗവർണർ, പട്ടാളം, നേതാ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ എല്ലാ മേഖല ജനത്തെയും കർത്താവ് ജനം കടന്നു പോകുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ, നൊമ്പരങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, കണ്ണുനീരുകൾ, മഹാവ്യാധികൾ, ശാപങ്ങൾ, പാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ എല്ലാം നീക്കി കർത്താവ് ജനത്തിന്റെ ഉള്ളിൽ വചനത്തിനുള്ളിൽ സന്തോഷം കൊടുക്കണമേ. ഈ ന്യായപ്രമാണം സന്തോഷിക്കുവാൻ, ഇടപെടാതെ ധ്യാനിപ്പാൻ കർത്താവ് ഈ മനുഷ്യനെ ഭാഗ്യവാന്മാരായ എല്ലാ പാപങ്ങളും ശാപങ്ങളും കടങ്ങളും മാറട്ടെ. ഭവനത്തോട് വ്യാപരിക്കുന്ന എല്ലാ ഇരുളിന്റെ ആധിപത്യങ്ങളും സാത്താന്റെ എല്ലാ ബന്ധനങ്ങളും വിടുവിക്കപ്പെടും. മനുഷ്യൻ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾ മടങ്ങി വന്ന് യേശു ക്രിസ്തുവിനോട് വീണ്ടും ചെന്ന് പ്രാപിപ്പാൻ ആ നിത്യയുടെ അനുഭവത്തിലേക്ക് സകല ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മയാളിൽ നിറയ്ക്കുന്ന സകല ജനത്തെ ദൈവദാസിദാസുമാരെ കേരളത്തിൽ ലോകരൻ വളരെ പീഡയിലൂടെ കടന്നു പോകുമ്പോൾ അവരെ കർത്താൻ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ അനവധി ദൈവ ജയിലിൽ കിടക്കുന്ന കർത്താവി അവർക്കെല്ലാം മോചനം കൊടുക്കണം. സുവിശേഷ വിരോധികൾ, തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾക്ക് ഒരു മാനസാന്തരം കൊടുക്കുവാൻ ഈ വചനം അവരുടെ ഹൃദയത്തിൽ ഒരു സന്തോഷമായി തീരുവാൻ അവരുടെ ഹൃദയങ്ങൾ ദൈവാത്മാവ് വിട്ടപ്പെടണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.